Hello guys, welcome back to Nice Kitchen. അപ്പോൾ ഇന്ന് റെസിപ്പി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഫ്രൈയിങ് പാനിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതുപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കിതൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഞാനിവിടെ ഇത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വെച്ചുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയിലേക്ക് ചേർത്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്തതിന് ശേഷം വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഞാനിവിടെ 4 ലെയറുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ 4 ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്സ് ആക്കുന്ന അത്രയും നേരം നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം കേക്കിൽ. അപ്പം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര തിക്നെസ്സിനാണോ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത് ആ ഒരു തിക്നെസ്സിൽ സ്പ്രെഡ് ചെയ്യുക. നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീമിലൊന്ന് കവർ ചെയ്തെടുക്കാം.
ഞാൻ കേക്കിൽ ഫ്ലവർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ ഫ്ലവറിൻ്റെ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ക്രീം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ കേക്കിൽ ഫുള്ള് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേക്കിൻ്റെ അടിയിൽ ആ സെയിം നോസിൽ വെച്ചിട്ട് ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറി വെച്ച് കൊടുക്കുവാണ്. ഈ ഒരു കേക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നമ്മളിത് ഫ്രൈങ് പാനിലാണ് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.